ഹലോ ഗൈസ്, ഇന്ന് GTA 5 വിളിച്ചാലോ? കമോൺ. പെട്ടെന്ന് തിരയെല്ലാം കൂടി നോക്കിയപ്പോഴത്തേന് സുനാമി അലേർട്ട് ഒക്കെ കാണിക്കുന്നത്. അവിടുന്ന് എങ്ങനെയൊക്കെ വീട്ടിൽ വന്നപ്പോ വലിയൊരു ഭൂമി എടുക്കാം. വീട്ടിന് വെളിയിൽ നോക്കിയപ്പോഴത്തേന് ഫുള്ള് സുനാമി വന്നു. നോക്കിയേ, സിറ്റി ഫുള്ള് സുനാമിയായി. ഞാൻ ഷിൻചാനെ ചോപ്പിനെ സേഫ് ആക്കിയിട്ട് മൈക്കിളിനെ ഫാമിലിയെ രക്ഷിച്ചോണ്ട് പോയതാ. അവിടെ പോയി നോക്കിയപ്പോഴത്തേന് ഇവിടെ മൗണ്ട് ജില്ലയുടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആസ്ട്രോയിഡ് വീണോണ്ടിരിക്കുക. ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ആവും? ഹലോ ഗൈസ്, രാവിലെ എണീറ്റപ്പോ ഷിൻചാൻ ഇവിടെ ചൂണ്ടയിടാൻ പോകണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എല്ലാ സൈറ്റിലും നോക്കി. പിന്നെ അവസാനത്തെ കടലിൽ ഇവിടെ ഒന്ന് ചൂണ്ടയിടാൻ തുടങ്ങി. ഇത്ര നേരം കൊണ്ട് ചൂണ്ടയിട, ഇതുവരെ ഒരു മീൻ പോലും കിട്ടിയില്ല. എടാ ഷിൻചാൻ, ഇവിടെ മീനൊന്നും ഇല്ലെന്നാണോ തോന്നുന്നത്? നമുക്ക് തിരിച്ചു പോയാലോ? ഇല്ല ഫാമിലി, കുറച്ചു നേരം കൂടെ നിൽക്കി. നമുക്ക് കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഒരു മീനെങ്കിലും കിട്ടുമായിരിക്കും. നമുക്ക് ചോപ്പിനെങ്കിലും കൊടുക്കാമല്ലോ. അത് ശരിയാടാ, മീൻ വല്ലതും കിട്ടിയാൽ നമുക്ക് കൊണ്ടുപോകാൻ ചെയ്യാമല്ലോ. നീ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ചു നേരം കൂടെ നിന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചുമ്മാ നിൽക്കുകയല്ലേ, കാറ്റും കൊള്ളും, നല്ലതായിട്ട് നിൽക്കുകയും ചെയ്യാം. നീ ഇവിടെ ഒരു കാര്യം ചെയ്യും, തിരയെല്ലാം കൂടെ എത്ര എണ്ണം വരുന്നുണ്ടെന്ന് എണ്ണിക്കോ. ഫ്രാങ്ക്ലി, ഞാൻ നീ പറഞ്ഞ പോലെ തിര എണ്ണി തുടങ്ങി. പക്ഷെ ഇപ്പൊ നോക്കിയാൽ വലിയ വലിയ തിരയൊക്കെ വരുന്നുണ്ട്. ഞാൻ എണ്ണുന്നോണ്ടാണോ വലിയ വലിയ തിരയൊക്കെ വരുന്നത്? അതും ശരിയാണല്ലോ, വലിയ വലിയ തിരയാണ് വരുന്നത്. എടാ, ഇത് വേറെന്തോ സീനാണോ? ഇത് നോക്കിയേ, എന്തോ വലുതായിട്ട് തിര വരുന്നത്. കണ്ടിട്ടേ പേടിയാവുന്നുണ്ട്. ചിലപ്പോ ഈ സൈഡിലേക്ക് ഇത്രയും തിര അടിക്കുമായിരിക്കും. നമ്മളിവിടെ ഒന്നും ചൂണ്ടയൊന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അറിയാത്ത. പക്ഷെ അങ്ങനെ നല്ല തിര അടിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ എമർജൻസി സാറിനൊക്കെ അടിക്കുന്നത്? എന്തോ വലിയ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. ഞാനൊന്ന് ഫോൺ നോക്കട്ടെ. എടോ, സുനാമി വാർണിംഗ് കാണിക്കുന്നത്, എന്തോ മെസ്സേജ് ഒക്കെ വന്നേക്കുന്നത്, നോക്കട്ടെ. അയ്യോ ഗൈസ്, നമ്മുടെ ലോസ് ആൻജലസ് സിറ്റിയിൽ ഫുള്ള് സുനാമി ഭൂമി ഉൾക്കം വരാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയി പോവാന്നൊക്കെയാ പറയുന്നത്. ഒന്നെങ്കിൽ സിറ്റി വിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുന്ന് എങ്ങനെ പോവാൻ? ഇച്ചിരി നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയി പോവായിരുന്നു. ഇപ്പൊ ദേ അവിടെ തെരയൊക്കെ വലുതായിട്ട് വന്നു തുടങ്ങി. എടാ ഷിൻചാൻ, എവിടെങ്കിലും വണ്ടി വിട്ടുണ്ടോ നോക്കടാ, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനായിട്ട്. എടാ, അതിനാണോ പറഞ്ഞത് നമുക്ക് വീട്ടിലോട്ട് ആദ്യം പോകണം. ദേ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ആറ് വണ്ടിയൊന്നും അറിയത്തില്ല. ഇവിടെ രണ്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ? യുവമാർ എന്ത് കൊടുക്കുവാ? യുവമാർ ദേ നോക്കി അവിടെ നിന്ന് കടലിൽ തിരിച്ചിട്ടോണ്ടിരിക്കുന്നത്. ചേട്ടാ, വല്ല കാറുണ്ടോ? ഇപ്പൊ സുനാമി വല്ലതും വരുമോ? ഓ, യുവമാരൊന്നും മിണ്ടുന്നില്ല. നമുക്ക് എന്തായാലും യുവമാർ വണ്ടി എടുത്തോണ്ട് പോവാം. നോക്കി എന്തോ വലിയ തിരയാന്ന്. എടാ, ഇങ്ങോട്ട് ഓടി വാടാ ഷിൻചാനെ, എനിക്ക് കണ്ടിട്ടേ പേടിയാവുന്നു. ഇവിടെ നിൽക്കാനേ പേടിയാവുന്നുണ്ട്. തീ ഉമ്മാര് വന്ന്. ഒയ്യോ, ഇയാളെ സീൻ നോക്കി നമ്മുടെ ഫ്രാങ്കിലെടുത്ത് താഴെയിട്ട് നിൽക്കി. ഉമ്മാരെ നമുക്ക് ചവിട്ടി ഓടിക്കാം. ഉമ്മാർക്ക് വണ്ടി വേണ്ട. ഉമ്മാർ അവിടെ നിന്ന് കടലിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഞാനെങ്കിലും വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ നോക്കിയിട്ട് എന്നെ വന്നിരിക്കുന്നു. എടാ പോണോ, ഞാനെങ്കിലും രക്ഷപ്പെടട്ടെ. ഒരുത്തടിച്ച് താഴെയിട്ട്. ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ നിൽപ്പോണ്ടല്ലോ. ഇവർക്കൊക്കെ അലർട്ട് വന്നില്ലെന്നാ തോന്നുന്നത്. ഷിൻചാന് പെട്ടെന്ന് കാരണം ഇനി ആൾക്കാരൊക്കെ വരുന്നതിന് ദൈവമേ കേസായിട്ടുണ്ട്. ആ കേസൊന്നും നോക്കണ്ട നമുക്ക്. അവന്മാരിപ്പോ എസ്കേപ്പ് ആവാൻ നോക്കുമ്പോ നമ്മുടെ പുറകിൽ വരുമോ? എടാ ഷിൻചാൻ, പിടിച്ചിരുന്നോണ്ട് ഞാൻ പെട്ടെന്ന് പോകും കേട്ടോ. തിരയൊക്കെ ഒത്തിരി വരുന്നുണ്ട്. എപ്പൊ സുനാമി വരുമെന്ന് അറിയത്ത് പോലും ഇല്ല. ഇപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ പോയിട്ട് ചോപ്പിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. അവിടെ ഒരു ബോട്ട് കിടക്കുന്നു. നമുക്ക് വിളിച്ചൊരു ബോട്ട് ഏർപ്പാട് ചെയ്താലോ? ചിലപ്പോ സുനാമി